ഹരേ കൃഷ്ണ. ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ തിരുമേനിയുടെ ഒരു അനുഭവമാണ്. ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ തിരുമേനി ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് അത്താഴ പൂജയ്ക്ക് ഒരു 5 മണിയായപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയായിരുന്നു. കൂടെയുള്ള ആൾ ഗുരുവായൂരപ്പന് വേണ്ട പാൽപ്പായസവും വെള്ള നിവേദ്യവും ഒക്കെ തയ്യാറാക്കുകയായിരുന്നു. അപ്പോൾ കൂടെയുള്ള ആൾ പാൽപ്പായസവും നിവേദ്യവും തയ്യാറാക്കി പ്രസാദം കൊടുക്കാൻ പോയി. തിടപ്പള്ളിയിൽ അപ്പോൾ തിരുമേനി ഒറ്റയ്ക്ക് മാത്രമായി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. കുറച്ചു കഴിഞ്ഞ് നല്ല ചൂടുള്ള തിടപ്പള്ളിയിൽ ചെറുതായിട്ട് തണുത്ത കാറ്റ് വന്നു. പിന്നെ നല്ല കളഭവും ചന്ദനവും എല്ലാം കൂടി ഒരു നല്ലൊരു സുഗന്ധം. തിരുമേനി പറയുന്നു, സ്വതവേ ഇങ്ങനെ ഒരു കളഭ സുഗന്ധമൊക്കെ ഭഗവാന്റെ ശ്രീകോവിലിൽ എത്തുമ്പോഴാണ് അനുഭവപ്പെടാറ്. പക്ഷേ ഈ തിടപ്പള്ളിയിൽ എങ്ങനെ ഈ സുഗന്ധം വന്നു എന്ന് ആലോചിച്ചു. തിരുമേനി വീണ്ടും നാമം ചൊല്ലി ഉണ്ണിയപ്പം ചുട്ടുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തിരുമേനിയുടെ ഷോൾഡറിൽ 2 കുഞ്ഞിക്കൈ വെച്ചതുപോലെ തോന്നി. അപ്പോൾ തിരുമേനി കൈ കുടഞ്ഞു. തോന്നിയതാണെന്ന് വിചാരിച്ചു. കുറച്ചു കഴിഞ്ഞ് അതേ കൈ വീണ്ടും ഷോൾഡറിൽ ചെറുതായൊന്ന് അമർത്തി. അപ്പോഴാണ് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ശ്രീകോവിലിനടുത്തേക്ക് പോകുന്നത് കണ്ടത്. ഏതോ ഒരു ഭക്തൻ സ്വർണ്ണാഭരണം കൊണ്ടുവന്നിട്ട് അത് ഭഗവാന് ചാർത്താൻ വേണ്ടിയാണ് മേൽശാന്തി ശ്രീകോവിലേക്ക് ആ സമയം പോയത്. പെട്ടെന്ന് തിടപ്പള്ളിയിൽ ഒരു പാത്രം തട്ടിമറിയുന്ന ശബ്ദം തിരുമേനി കേട്ടു. ചെറിയൊരു ചിരിയും പാദസരത്തിൻ്റെ കിലുക്കവും തിരുമേനി കേട്ടു. പെട്ടെന്ന് അത് മാറി. തിരുമേനി നോക്കുമ്പോൾ ചുട്ടുവെച്ച ഉണ്ണിയപ്പത്തിൽ നിന്ന് ഒരു ഉണ്ണിയപ്പം താഴെ വീണിരിക്കുന്നു. തിരുമേനി പറയുന്നു, അത് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് വന്നതെന്ന്. തണുത്ത കാറ്റും കളഭവും ചന്ദനത്തിൻ്റെ സുഗന്ധവും ഷോൾഡറിൽ അമർത്തിയതും പുഞ്ചിരിച്ചതും പാദസരത്തിൻ്റെ കിലുക്കവും. പിന്നെ ആരാ അവിടെ വരിക ഉണ്ണിയപ്പം എടുക്കാൻ? ഉണ്ണിക്കണ്ണനല്ലാതെ.